അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ പ്ലീസ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു മണിക്കൂറേ ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങളത് ചെയ്തു. അത്രയ്ക്കൊന്നുമില്ല, അത്രയ്ക്കും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ ചെയ്തോളാം. ഇത് പിന്നെ എൻ്റെ അനിയൻ അവൻ്റെ ശരിക്കിനായിട്ടുള്ള പേര് പറ. ഋഷികേഷ് PS. അപ്പം എൻ്റെ പേര് ആർദ്ര, ഇവൻ്റെ പേര് ഋഷികേഷ്. അപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞങ്ങള് പോസ്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി വരാണ്. നല്ല രസമാണ്. രണ്ടാൾക്കാരും ഞാനും ഉണ്ട് ഫ്രണ്ട്സ്. പിന്നെ അവിടെ അമ്മാമ്മ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അമ്മൂമ്മ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അച്ഛമ്മ അപ്പൊ വിളിക്കാറുള്ളത്. പോട്ടെ ഞങ്ങൾക്ക് വേഗം പോകണം. സന്ധ്യ. അതെ, വിളക്ക് വെക്കേണ്ട സമയം. പക്ഷെ ഞങ്ങള് ഇവിടെ രാത്രി പശുവിനല്ല പോത്തിനെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഗൈസ്, ഞങ്ങള് പോത്തിനെ കാണിച്ചു തരാം. എവിടെയാന്ന് പോലെ അറിഞ്ഞൂടാ, പോത്ത് എവിടെയാന്ന് അറിഞ്ഞൂടാ. അവിടെയാണ് ഞങ്ങൾ പോത്ത്. പോത്തിനെ കൊണ്ടുവരാൻ പോത്ത് ഓടി വരും. അപ്പൊ ഗൈസ്, ഞാൻ എൻ്റെ ചേച്ചീനെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ചേച്ചി. Come on, let's go. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. പോത്തുകൾ ഞങ്ങളുടെ മേത്തേക്ക് ഓടുന്നാണ് അമ്മൂമ്മ പറയുന്നത്. നമുക്ക് മറ്റേ ചേച്ചി ഞങ്ങള് അവിടെ ആ വീട്ടിലാണ് ചെന്ന് നിൽക്കാൻ പോണത്. പോത്തിനെ അമ്മൂമ്മ കൊണ്ടുവന്നിട്ട് കൊണ്ടുവരില്ല. അപ്പൊ ഞങ്ങള് അമ്മൂമ്മയുടെ ഒപ്പം പോവും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണം. അമ്പാടി പെട്ടെന്ന് വനുണ്ടെന്ന് കൊടുക്കാം. നാളെ ഞങ്ങൾ വീഡിയോ ഉണ്ടാക്കും. നാളെ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കില്ല, ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കുള്ളൂ. ഗൈസ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്. ഇപ്പൊ ഞങ്ങൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോ. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോവാണ്. അവിടെ നല്ല ഞാൻ ഇന്ന മോളിക്ക് കയറാൻ പോകുന്നു. ഇതിന്റെ മോളിൽ കയറി നിന്നിട്ട് നോക്കുമ്പോ നല്ല രസം. അപ്പുറത്ത് പാടാണ്, മൊത്തവും പാടാണ്. ഞാൻ പാടം കാണിക്കാം. 3, 2, 1. അപ്പൊ ഇതാണ് പാടം. നല്ല വ്യൂ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കാൻ വേണ്ടിട്ട് നല്ല വ്യൂ ഉണ്ട്. അപ്പൊ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ പാടം. അവിടെ പോത്തുണ്ട്. ഇതാണ് എൻ്റെ അച്ഛൻ്റെ വീട്.
ഗൈസ് ഇത് എന്താ അമ്പാടിയുടെ അച്ഛൻ്റെ വീടാണ്. പക്ഷെ അവരുടെ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ വിഷു ആയതും കൊണ്ട് വന്നതാണ്. എൻ്റെ അച്ഛനും അമ്മയും മിറ്റിലാണ്. അപ്പൊ ഗൈസ് രണ്ടാൾക്കാർ തുള്ളി തുള്ളി വരണ്ട്. ഞാൻ കാണിച്ചു തരാം. ദേ അറ്റത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരെ കാണാൻ പറ്റും. വരുന്നുണ്ട്. ദേ അവര് വരണുണ്ട്. ഇനി അവര് താനെ വന്ന് തുടങ്ങുള്ളൂ. ഇതൊരു കാറ് വരുന്നുണ്ട്, നമുക്ക് അവിടെ നീങ്ങിക്കാം. ഒരു കാറ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. കാറ് വരണുള്ളതും കൊണ്ട് ഞങ്ങൾ നീങ്ങിക്കാണ്. കാണാൻ പറ്റണ്ടോ ഗൈസ്? അവിടെ ആയിട്ടാണ്. ഞങ്ങൾക്കൊരു ഇരുമ്പും പുളി കിട്ടി ഗൈസ്. ഇരുമ്പും പുളി പോത്തുന്നുണ്ടടി. ഗൈസ് ഇപ്പൊ പോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടന്നു വന്നോണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ഒരു പറന്നു വന്നു. വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് വിളക്ക് വെക്കണം. അപ്പൊ ഞങ്ങള് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കാണ്. ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പൊ ഞങ്ങള് വിളക്ക് വെച്ചിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥിക്കണതും അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ 10 മിനിറ്റ് ഞങ്ങൾ ഇപ്പൊ വരാം. അപ്പൊ ഗൈസ് പോത്ത് വന്നോണ്ടിരിക്കാണ്. രണ്ടെണ്ണം ഓടി വന്നോണ്ടിരിക്കുക. ഒരെണ്ണത്തിന്റെ തലയിൽ കൊമ്പ് വളർന്നിരിക്കുന്നു. രണ്ടെണ്ണത്തിന്റെ ഉണ്ട് കേട്ടാ. സോറി മാറിപ്പോയി. അപ്പൊ അതെ അവര് എങ്ങോട്ട് കേറണേ എന്നറിഞ്ഞൂടാ. അവരെങ്ങോട്ട് കയറി പോണ്ട്. അപ്പൊ വള്ളി പോണ് ഗൈസ്. അപ്പൊ ഗൈസ് ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് വിളക്ക് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇവിടെ കാണുന്നത്? ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കണത് കാണിച്ചു തരാം. അപ്പൊ ഒരു ക്ലിക്ക് ഷോട്ട്. അപ്പൊ ഞങ്ങൾ നിർത്തി. അപ്പൊ ഗൈസ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരാൾ വരാനുണ്ട്. ഇവിടെ സ്ഥലമില്ലാട്ടോ. ക്യാമറകൾ. അപ്പൊ ഫസ്റ്റ് നമ്മൾ നമഃശിവായ നാരായണായ അച്യുതായ അരവിന്ദായ ഗോവിന്ദായ ഗോപാലായ ശ്രീകൃഷ്ണായ വിഷ്ണുവേ ഹരി. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര. രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. നാളെ വൈകുന്നേരം നന്നായിട്ട് എടുത്തു തരാം. പകുതി എടുത്തു തരാം. ഓക്കെ. അപ്പൊ ഗൈസ് ഞങ്ങളുടെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ചെയ്യാൻ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീടിന്റെ ടൂറാണ്. അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം. ബായോ ഞങ്ങളുടെ കുഞ്ഞു വീട്
അടുക്കളേന്റെ പുറത്തൊരു ഷെഡ് പോലത്തെ ഒരു സ്ഥലമുണ്ട് ഗൈസ്. അമ്മൂമ്മ അപ്പൊ നമസ്കാരം. ഇവിടെയാണ് കളിവീടാണ്. അത്യാവശ്യം വലിയതാണ്. 3 ആൾക്കാർക്കൊക്കെ കിടക്കാൻ പറ്റുന്ന വലിയൊരു കളിവീടാണ്. ഇരുട്ടാണ് ട്ടോ. ഇതുവരെ ഇരുട്ടായി. അവിടെ പോത്തുണ്ട്. ഇരുട്ടായിട്ടോ ഗൈസ്, നല്ല ഇരുട്ടായി. നല്ല ഇരുട്ടായി. ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഗൈസ് ഇവിടെ ഉണ്ടല്ല കൊറേ സാധനങ്ങളുണ്ട്. എന്താന്നറിയോ, കുറുക്കന്മാര് വരും രാത്രി. ഓളി രണ്ട് കേട്ടേ പറ്റുള്ളൂ. നല്ല ഓളിയായിരിക്കും. രാത്രി കിടക്കാൻ പോണ സമയത്തൊക്കെ എന്തായിരിക്കും അറിയോ, ഓളിന്റെ ഓളിയായിരിക്കും. അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ അടുക്കള. അപ്പൊ ഞങ്ങള് ഇവിടെ സാധാരണ പോലെ ഗ്യാസ് സ്റ്റവ്, എന്താ നമ്മുടെ പിന്നെ ഇതൊക്കെ കുടിക്കട്ടെ. നമുക്ക് കുടിക്കാൻ പറ്റണ വെള്ളമാണ് കേട്ടോ ഗൈസ്. അത് കുടിക്കാൻ പറ്റണ അടുപ്പാണ്. അടുപ്പ് ഇപ്പൊ ഏറ്റവും വിഷമുള്ളത് ഈ സാധനമാണ്. ഏറ്റവും ഉള്ളത് ഈ സാധനമാണ്, ഡേഞ്ചറസ്. അപ്പൊ ഡൈനിങ് ഫ്രിഡ്ജ്. വീണ്ടും അമ്മൂമ്മ ഫ്രിഡ്ജ്. ഇതാണ് ഡൈനിങ്. അപ്പൊ ഞങ്ങളൊരു എന്താ പിണ്ണാക്കില്ലേ നമ്മൾക്ക് പോത്തിനൊക്കെ എന്താ പിണ്ണാക്കും തവിടൊക്കെ ഇല്ലേ, അത് വാങ്ങിക്കാൻ പോണുണ്ട്. അപ്പൊ ഞങ്ങള് എന്താ 10 മിനിറ്റ് ഞങ്ങൾ വണ്ടി കയറിയിട്ട് ഞങ്ങള് വീഡിയോ എടുക്കണം. അപ്പൊ ഗൈസ് ഞങ്ങൾ ചിന്തിച്ചു എന്താ ഈ രാത്രി 3 ആൾക്കാര് ഒരു 4 ആൾക്കാർ ഒരു വണ്ടിയിൽ കയറി ഇരുന്നിട്ട് പോവാൻ പറ്റൂല. ഹെൽമെറ്റ് ഒക്കെ വേണം, പോലീസൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ പോണില്ല, എൻ്റെ അമ്മൂമ്മേനെ വിടാന്ന്. ഒരു ഫ്രൂട്ടി വാങ്ങിക്കാൻ വേണ്ടി ഒന്നല്ല 3 ഫ്രൂട്ടി വാങ്ങിക്കാൻ വേണ്ടി ഒന്ന് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ സോപ്പിട്ട് ഫ്രൂട്ടി വാങ്ങിച്ചിരിക്കുന്നു. അപ്പൊ ഗൈസ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന അമ്മൂമ്മ. അപ്പൊ ഞങ്ങള് അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോ കളിവീട്ടിനുള്ളിലാണ്. ഇരുട്ടാണ്. നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഗൈസ് ഞാൻ ഇവിടെ ജിംനാസ്റ്റിക്സ് ചെയ്തോണ്ട് അത് അവിടെ കാണിക്കാം. അപ്പൊ ഞങ്ങള് ഇരുട്ടാണ്. ഇതാണ് അടുക്കള. ഇത് കാണിച്ചതൊക്കെയാണ് ഏരിയ. കിച്ചൺ. ഇത് ഞങ്ങളുടെ റൂം, തക്കമ്മയുടെ റൂം. ഇവിടെ ഇതിങ്ങനെയൊക്കെ ഞാൻ ഇട്ടേക്കാണ്. അപ്പൊ ആകെ കുള കിടക്കാണ്. ഇവിടെ ഒരു കൃഷ്ണനുണ്ട്, സരസ്വതി ഉണ്ട്, ഗണപതി ഉണ്ട് കേട്ടോ. ഡയറി, ഒരു ഡയറി, നല്ലൊരു ഡയറിയാണ്. പിന്നെ ഇവിടെ ഒരു ഗിത്താറുണ്ട്. സോറി, പിയാനോ. സ്കൂളിന്ന് എന്താ ലാസ്റ്റ് ഡേ ആയപ്പോ 4Dന്റെ സൈന് മൊത്തം വാങ്ങിച്ചിട്ട് ഒരു മെമ്മറി. അപ്പൊ അടുത്ത 5ാം ക്ലാസ് ആവുമ്പോ ഞങ്ങൾ പോവില്ലേ, വേറെ ഡിവിഷനിലേക്ക് മാറും. ഞാൻ രാജു ഡേവി സ്കൂളിലാണ്. അപ്പൊ ഗൈസ് ഇനി നമ്മൾ കുറച്ചു നേരം പുറത്ത് കളിക്കാൻ പോകുകയാണ്. അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഞങ്ങളുടെ റൂമ് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ വിളക്ക് വെച്ചിട്ടുണ്ട്. അമ്മൂമ്മ പോവാണ്. അമ്മൂമ്മ പിന്നെ അമ്മൂമ്മയുടെ കൂടെ പോവാ. അപ്പോ ഗൈസ് അപ്പൊ ഞങ്ങള് കളിക്കണത് ഞങ്ങൾ ഇട്ടോളാം. അപ്പൊ ഗൈസ് ഇനി നമ്മൾ കുറച്ചു നേരം കളിക്കാം. തുടങ്ങിയിട്ടില്ല. മഞ്ഞപ്പോ തന്നെ അല്ലല്ല ക്ലിയറായി. ഇനി തുടച്ച് ക്ലിയർ ആവില്ല. റെഡി. അയ്യോ അപ്പൊ ഗൈസ് ഞങ്ങൾ ഐസ് ആൻഡ് വാട്ടർ കളിക്കാന്ന് വെച്ചു.
വീട്ടിൽ വിളിക്കണം. ഈ ക്യാമറ ഒന്നും ശരിയല്ല. എടി നീ അവിടെ വെച്ചിട്ട് വാ. നീ ഒരു നീ ഒന്നും എടുക്കണ്ട, നീ എടുക്കണ്ട. അപ്പൊ ഗൈസ് ഞങ്ങൾ ഐസ് ആൻഡ് വാട്ടർ കളിക്കാന്ന് വെച്ചു. അപ്പൊ എന്താ ഒരാളും കൂടി വരാനുണ്ട്, താത്തു വരാനുണ്ട്. ഞങ്ങളുടെ കളിപ്പേര് അമ്പാടി തത്തമ്മ താത്തു. അപ്പൊ ഞങ്ങള് എന്താ കളിക്കും, ഐസ് ആൻഡ് വാട്ടർ കളിക്കുക. പിന്നെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ മേല് കഴുകും, കിടന്നുറങ്ങും, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഞങ്ങള് കളി തുടങ്ങാൻ പോകുന്നു. എണ്ണി കഴിഞ്ഞാൽ നമുക്ക് ഇനി കണ്ടുപിടിക്കാൻ പോവാം നമുക്ക്. എവിടെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ ഒന്നും ഇവരെ കാണുന്നില്ല. ഇല്ല, ആരും കാണുന്നില്ല. രണ്ടാളുണ്ട് വേറെ. പിന്നെ വരും. ഹായ്. അപ്പൊ ഗൈസ്, അപ്പൊ എന്നെയാണ് അവൻ ഫസ്റ്റ് കണ്ടുപിടിച്ചത്. അപ്പൊ ഞാനാണ് സോറി സാത്തുവിനെയാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, എന്നെയാണ് കണ്ടുപിടിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വിളിക്കണം. ഞാൻ കാണിച്ചു തരാം. ഇല്ല. അപ്പൊ ഗൈസ് താത്തു എണ്ണാൻ പോകുകയാണ്. അപ്പൊ താത്തു എണ്ണിക്കോളൂ, ഞങ്ങൾ ചെന്ന് ഒളിക്കട്ടെ. ഓക്കെ, ഞാനാണ് ക്യാച്ചർ. അപ്പൊ കളി കഴിഞ്ഞു. ഞാനാണ് നേരത്തെ ക്യാച്ചറായത്. അപ്പൊ എന്താ ഞങ്ങൾ കളി നിർത്തി. ഇനി ഞങ്ങൾ കുറച്ച് ദൂരം എന്ത് ചെയ്യുന്ന പറഞ്ഞൂടാ. താത്ത് ചൂസ് ചെയ്യും. ഒരാൾ ചൂസ് ചെയ്യണത് ഇന്ന് എന്ത് കളിക്കുന്നു. എനിക്കൊരു കളി ഓർമ്മ വന്നു. ഒന്ന് ഓല് വെച്ചിട്ടുള്ള കളി. അപ്പൊ താത്തു അവിടെ വെച്ചിട്ട് വായോ. ഞാനില്ല, നിങ്ങൾ കളിച്ചോ. നിങ്ങൾ രണ്ടുപേരും കണ്ടു കളിച്ചോ. അപ്പൊ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല, കളി ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞങ്ങള് എന്താ എവിടുന്ന് വലിച്ചിട്ട് പോണേ. അപ്പൊ ഞങ്ങൾ പോവാൻ പോണ്. ഓഫാക്ക്. അപ്പൊ ഗൈസ് ഫ്രൂട്ടി കൊണ്ടുവന്നിരിക്കുന്നു അമ്മുമ്മ. ദേ അച്ഛമ്മ, സോറി എപ്പോഴും മാറിപ്പോകുന്നു ഗൈസ്. അപ്പൊ ഗൈസ് ഞാനിവിടെ ഉണ്ട്, താത്തു ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ചില സമയത്ത് എന്താ ഇത് വെച്ചിട്ട് ചില ആൾക്കാരൊക്കെ ഈ നമ്മുടെ ഈ ഗുണ്ട് പോലത്തെ സാധനം ഉണ്ടാക്കും, ഒരു ബോംബ് പോലെ. പക്ഷെ ശരിക്കും ബോംബാവാണ്ട്. അപ്പൊ അമ്മ ഇവിടെ എന്താ ക്ലീൻ ചെയ്തോണ്ടിരിക്കാണ്. അപ്പൊ ഇവന് കുത്തി പൊട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പൊട്ടിച്ചു കൊടുക്കാണ്. പൊട്ടണില്ല. എന്ത് പാടത് പൊട്ടിച്ചിട്ട് പോലെ അമ്മ അപ്പോഴേ കുടിച്ച് ചെയ്യണ. ഇല്ല. പൊട്ടി അവന്റെ ഒരുമിച്ച് പൊട്ടിയാ. ഞാനിപ്പോഴാ പൊട്ടിക്കണ. നല്ല മായാണ് സോറി ഫ്രൂട്ടി അല്ല, മായാണ്. നല്ല രസമുണ്ട്. നല്ല തണുത്തതായത് കൊണ്ട് നല്ല രസമുണ്ട്. കളി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കുന്നത് നല്ല രസമാണ്. കേൾക്കണ് ഒരാള്.
അപ്പം ഞങ്ങൾ കളി നിർത്തി എല്ലാം നിർത്തി. അപ്പോൾ ഗൈസ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഇറ്റ്സ് മീ ആർദ്രശ്രീ. ഞാൻ വഴി എനിക്ക് പറയാൻ